ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ EVSലെ പരിസര പഠനത്തിലെ 6ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ലിവിങ് സേഫ്ലി, സുരക്ഷിത ജീവിതം അല്ലേ. ഇതിൽ പാർട്ട് 1 ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും ഒരേപോലെ ക്ലാസ് കണ്ടാൽ ഉപകാരപ്പെടും. 2 പേർക്കുള്ള ആൻസേഴ്സൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഇനി നമുക്ക് പേജ് നമ്പർ 101, റോഡും പരിസരവും അല്ലേ. റോഡ് ആൻഡ് സറൗണ്ടിങ്സ്. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് വാക്ക്ഡ് ടു ഗെറ്റ് ഓൺ ദ സ്കൂൾ ബസ് ആഫ്റ്റർ ദ ക്ലാസ്സസ്. എന്താണ്, ക്ലാസ്സിന് ശേഷം കുട്ടനും കൂട്ടുകാരും ബസ്സിൽ കയറാനായിട്ട് നടന്നു. വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് വെൻ വി വാക്ക് എലോങ് ദ സൈഡ് ഓഫ് ദ റോഡ്. റോഡരികിലൂടെ നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വാക്ക് എലോങ് ദ റൈറ്റ് സൈഡ് അല്ലേ, വലതുവശം ചേർന്ന് നടക്കുക. ഡോൺ വാക്ക് ക്ലട്ടേഡ്, കൂട്ടം കൂടി നടക്കരുത്. വാക്ക് ഓൺലി എലോങ് ദ ഫുട് പാത്ത് ഇഫ് ഇറ്റ് ഈസ് ദർ അല്ലേ, നടപ്പാതയുണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ നമ്മൾ നടക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സീബ്ര ലൈനിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുക. റോഡിലെ നിയമങ്ങളെല്ലാം പാലിക്കണം അല്ലേ. ഇനി വാക്കിംഗ് അലോങ് ദ റൈറ്റ് സൈഡ് ഈസ് സേഫ്. റോഡിൻ്റെ വലതുവശമാണ് എപ്പോഴും നടക്കാൻ സേഫ് ആയിട്ടുള്ളത് അല്ലേ, സുരക്ഷിതമായിട്ടുള്ളത്. ദർ ആർ മോർ ചാൻസസ് ഫോർ ആക്സിഡൻറ്റ്സ് വെൻ യു വാക്ക് അലോങ് ദ ലെഫ്റ്റ് സൈഡ്. നിങ്ങൾ ഇടതുവശം ചേർന്ന് നടക്കുകയാണെങ്കിൽ ഒരുപാട് അപകടത്തിന് സാധ്യതയുണ്ട്, കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. വൈ ഈസ് ദിസ് സോ? എന്തുകൊണ്ടായിരിക്കാം അത്? ചർച്ച ചെയ്യൂ. റോഡിൻ്റെ വലതുവശത്തു കൂടെ നടക്കുമ്പോൾ നമുക്ക് മുന്നിലൂടെ വരുന്ന വാഹനങ്ങൾ കാണാം. എന്നാൽ ഇടതുവശത്തു കൂടി നടക്കുകയാണെങ്കിൽ വാഹനങ്ങൾ നമുക്ക് പിറകിലൂടെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. We can see vehicles coming from the opposite side when we walk along the right side of the road അല്ലേ. റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുമ്പോൾ നമുക്കെതിരായി വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ ഇപ്പം പറഞ്ഞു തന്നെ കേട്ടോ. The vehicles coming from behind us are on the left side of the road and hence the chances of for accidents are less. പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ റോഡിൻ്റെ ഇടതുവശത്തു കൂടി പോകുന്നതിനാൽ അപകട സാധ്യത കുറവാണ്. ഇനി വൈ ആർ സീബ്ര ലൈൻസ് മാർക്ക്ഡ് ഓൺ ദ റോഡ്. എന്തിനാണ് നമ്മൾ റോഡിൽ സീബ്ര വരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? എന്തിനാണ്? സീബ്ര ലൈൻസ് ആർ ഫോർ പെഡസ്ട്രിയൻസ് ടു ക്രോസ് ദ റോഡ് അല്ലേ. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ളതാണ് സീബ്ര വരകൾ. എന്തിനാണ് നമ്മൾ അങ്ങനെ വരച്ചിരിക്കുന്നത്? കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ വെളുത്ത വരകൾ പെട്ടെന്ന് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടും. അതിനാണ് വെളുത്ത വരകൾ റോഡിൽ വരച്ചിരിക്കുന്നത്. The children looked at both sides of the road and made sure that vehicles were not coming. They crossed the road through the zebra line and boarded the bus keeping a queue. കുട്ടികൾ എങ്ങനെയാണ് ബസ്സിൽ കയറിയത്? കുട്ടികൾ ഇരുവശവും നോക്കി വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സീബ്ര വര മുറിച്ച് കടന്ന് വരി വരിയായിട്ടാണ് ഇല്ലേ ക്യൂവിലാണ് ബസ്സിൽ കയറിയത്. ബസ്സിൽ എഴുതിയിരിക്കുന്നത് മക്കൾ ശ്രദ്ധിച്ചോ? ഡിഡ് യു നോട്ടീസ് വാട്ട് ഈസ് റിട്ടൺ ഓൺ ദ ബസ്? എന്താണ് എഴുതിയിരിക്കുന്നത്? ഡോണ്ട് പുട്ട് യുവർ ഹാൻഡ്സ് ഓർ ഹെഡ് ഔട്ട്സൈഡ് ദ ബസ് അല്ലേ. കൈയും തലയും പുറത്തിടരുത്. നിങ്ങൾ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടല്ലേ. ഇനി വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് വെൻ ട്രാവലിംഗ് ഇൻ വെഹിക്കിൾ ഡിസ്കസ്. നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത്? 2 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഡോണ്ട് ലീപ്പ് ഇൻ ടു എ മൂവിങ് വെഹിക്കിൾ ടു ഗെറ്റ് ഓൺ. നിങ്ങൾ എന്ത് ചെയ്യരുത്? ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറരുത് അല്ലേ. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് ചാടിക്കയറുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും കയറരുത്. ഗെറ്റ് ഡൗൺ ഓൺലി ആഫ്റ്റർ ദ വെഹിക്കിൾ സ്റ്റോപ്പ് മൂവിങ്. വാഹനം നിർത്തിയതിന് ശേഷം മാത്രമേ കയറാൻ പാടുള്ളൂ. ആക്സിഡൻറ്റ്സ് വിൽ ഹാപ്പൺ ഇഫ് യു ഡോണ്ട് ഒബേ ട്രാഫിക് റൂൾസ്. നിങ്ങൾ റോഡ് നിയമങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുക. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? കൈയും തലയും പുറത്തിടരുത്. റോഡിന് സമീപം നിൽക്കരുത്. വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തുപ്പരുത്. വാഹനത്തിൽ സുരക്ഷിതമായിട്ട് പിടിച്ചിരിക്കണം. സീറ്റ് ബെൽറ്റ് ധരിക്കണം. വാട്ട് ആർ ദ കോസസ് ഓഫ് റോഡ് ആക്സിഡൻറ്റ്സ്. റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് എന്തെല്ലാം കാരണങ്ങളാണുള്ളത്? ഇവിടെ കുറച്ചെണ്ണം തന്നിട്ടുണ്ട് അല്ലേ. അമിത വേഗം, ഓവർ സ്പീഡ്, കെയർലെസ് ഡ്രൈവിംഗ്, ഡ്രൈവറുടെ അശ്രദ്ധ,
പിന്നെ ഡിസ്റിഗാർഡിംഗ് വാർണിംഗ് സൈൻ ബോർഡ്സ്, മുന്നറിയിപ്പ് ബോർഡുകളൊന്നും അനുസരിക്കാത്തത്. നോട്ട് പേയിങ് അറ്റൻഷൻ ടു ട്രാഫിക് സിഗ്നൽ ലൈറ്റ്സ്, ട്രാഫിക് അടയാളങ്ങൾ ശ്രദ്ധിക്കാത്തത്. പിന്നെ നമുക്ക് എന്തെഴുതാം? വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, സുരക്ഷിതമല്ലാത്ത റോഡുകൾ, ഡ്രൈവറുടെ പരിചയക്കുറവ്, പിന്നെ വാഹനത്തിൻ്റെ പെരുപ്പം അല്ലെ, വാഹന കൂടുതൽ, ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ എഴുതുക. When they reached the junction, the children's attention was on the traffic signal lights. കവലയിലെത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞ അടയാള വിളക്കുകളിലേക്കായി കുട്ടികളുടെ ശ്രദ്ധ. What does each color and sign on the signal light indicate? അടയാള വിളക്കുകളിലെ ഓരോ നിറവും ചിഹ്നവും സൂചിപ്പിക്കുന്നത് എന്താണ്? ഏതൊക്കെ കളറാണ് ഉള്ളത്? റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട് അല്ലേ. പിന്നെ ചിഹ്നങ്ങളോ ചിത്രത്തിൽ കണ്ടില്ലേ? അപ്പോൾ എന്താണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്? നമുക്ക് എഴുതാം. റെഡ് കളറ് ചുവപ്പ്, വാഹനം നിർത്തുക. മഞ്ഞ അല്ലേ, യെല്ലോ, വാഹനം എടുക്കാൻ തയ്യാറാവുക. പച്ച, വാഹനം മുന്നോട്ട് പോവുക. ഇനി ആ സൈൻ എന്തിനുള്ളതാണ്? അപ്പോൾ ചുവപ്പ് ആ കൈപ്പത്തിയുടെ സിഗ്നൽ സ്റ്റോപ്പാണ്, നിർത്താനുള്ളതാണ്. പച്ച മുന്നോട്ട് പോവാനുള്ളതാണ്. Some of the signs that the children saw along the side of the road are given below. റോഡിൻ്റെ വശങ്ങളിൽ കുട്ടികൾ കണ്ട ചില അടയാളങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് വാട്ട് ദീസ് സൈൻസ് ഇൻഡിക്കേറ്റ് ആൻഡ് റൈറ്റ് ദം. ചിത്രത്തിലെ അടയാളങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി എഴുതൂ. ഒന്നാമത്തെ ചിത്രത്തിലത്തെ എന്താണ്? ഹോസ്പിറ്റൽ ഉണ്ട് എന്നാണ് കേട്ടോ. രണ്ടാമത്തത് അവിടെ ഒരു സ്കൂളുണ്ട്. മൂന്നാമത്തത് ഹോൺ അടിക്കരുത്. പിന്നെ നാലാമത്തത് പാർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഓരോ സൈനിൻ്റെയും അർത്ഥം. ഫൈൻഡ് മോർ ട്രാഫിക് സൈൻസ് ആൻഡ് ഡ്രോ ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി അല്ലേ. കൂടുതൽ ട്രാഫിക് അടയാളങ്ങൾ, ഇതുപോലത്തെ അടയാളങ്ങൾ കണ്ടെത്തിയിട്ട് പരിസര പുസ്തകത്തിൽ വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ട്രാഫിക് സയൻസ് ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും മക്കൾക്ക് പറ്റുന്നത്, മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വരച്ചെടുക്കുക. ഇനി ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താലും മക്കൾക്ക് ഇഷ്ടം പോലെ വരയ്ക്കാൻ ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് കേട്ടോ. അടുത്തത് ലെറ്റ്സ് ഡ്രൈവ് എ വെഹിക്കിൾ അല്ലേ, വാഹനം ഓടിക്കാം. ഷോൾ വി പ്ലേ എ ട്രാഫിക് ഗെയിം. ഇനി നമുക്ക് ഒരു വാഹന കളിയായാലോ. ഡ്രോ റോഡ്സ് ഓൺ ദ സ്കൂൾ ഗ്രൗണ്ട് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ചിത്രത്തിലേതുപോലെ സ്കൂൾ ഗ്രൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ റോഡ് വരയ്ക്കാം. എന്നിട്ടോ ഡ്രോ സീബ്ര ലൈൻസ് ഇൻ 2 or 3 പ്ലേസസ് ഓൾസോ. 2 or 3 ഇടങ്ങളിൽ സീബ്ര ലൈൻ കൂടെ വരയ്ക്കണം. 1 child ക്യാൻ ബി ദ ട്രാഫിക് പോലീസ് പേഴ്സൺ. ഒരാൾ ട്രാഫിക് പോലീസ് ആവണം. പിന്നെയോ 3 children ക്യാൻ ബി റെഡി വിത്ത് ദ സൈൻ ബോർഡ്സ്. പിന്നെ 3 ആൾ കൂടാതെ 3 ആൾ ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന ബോർഡുകളായിട്ട് നിൽക്കണം. പിന്നെയോ സം ഓഫ് യു മേ ആക്ട് ആസ് വെഹിക്കിൾസ്. കുറച്ച് ആളുകൾ വാഹനങ്ങളായിട്ട് ആക്ട് ചെയ്യണം, അഭിനയിക്കണം. ദ റെസ്റ്റ് ഓഫ് ദ പ്ലെയേഴ്സ് ക്യാൻ ബി പെഡസ്ട്രിയൻസ്. ബാക്കിയുള്ളവർ കാൽനട യാത്രക്കാരാവണം. നൗ ലെറ്റ് us സ്റ്റാർട്ട് ദ ഗെയിം അല്ലേ. ഇനി കളി തുടങ്ങാം. വെഹിക്കിൾ ഷുഡ് റൺ ത്രൂ ദ റോഡ്. വാഹനങ്ങൾ റോഡിലൂടെ ഓടുക. വെഹിക്കിൾ ഷുഡ് മൂവ് ഓൺലി ബൈ സ്ട്രിക്ട്ലി ഫോളോയിങ് ദ ട്രാഫിക് റൂൾസ്. റോഡ് നിയമങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ചിട്ട് വേണം വാഹനങ്ങൾ നീങ്ങാൻ. കൂടെ എവ്രി വൺ ഫോളോ ദ റൂൾസ്. പിന്നെ നിയമങ്ങളൊക്കെ പാലിക്കാൻ സാധിച്ചോ? ഡിഡ് എനി ആക്സിഡൻറ്റ്സ് ഹാപ്പൺ ഓൺ ദ റോഡ്. എന്തെങ്കിലും അപകടങ്ങൾ റോഡിൽ സംഭവിച്ചോ? റൈറ്റ് ആൻ എക്സ്പീരിയൻസ് നോട്ട് ആഫ്റ്റർ ദ ഗെയിം. കളിക്ക് ശേഷം അനുഭവക്കുറിപ്പ് എഴുതുക. അപ്പോൾ അത് മക്കൾ സ്കൂളിൽ ചെയ്ത് നോക്കിയിട്ട് എഴുതണം കേട്ടോ. അടുത്തത് ഫസ്റ്റ് എയ്ഡ് ആണ്, പ്രഥമ ശുശ്രൂഷ. കുട്ടൻ റീച്ച്ഡ് ഹോം. കുട്ടൻ വീട്ടിലെത്തി. ഹി വാസ് പ്ലേയിങ് ഇൻ ദ കോർട്ട്യാർഡ്. അവന് മുറ്റത്ത് കളിക്കുകയായിരുന്നു. സ്റ്റംബ്ലിംഗ് ഓൺ എ റോക്ക്. കുട്ടൻ ഫെൽ ഡൗൺ, വൗണ്ടഡ് ഹിസ് നീ ആൻഡ് ബ്ലഡ്. കല്ലിൽ തട്ടി വീണ കുട്ടൻ്റെ കാൽമുട്ട് മുറിഞ്ഞ് ചോര വന്നു. മദർ കെയിം ഹാസ്ലി. ഷീ വാഷ്ഡ് ദ വൗണ്ട് ഇൻ റണ്ണിങ് വാട്ടർ ഇറ്റ്. അമ്മ ഓടി വന്നിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ മുറിവ് കഴുകി. ദ ലെഗ് വാസ് കെപ്റ്റ് ലിഫ്റ്റഡ്. എന്നിട്ട് കാല് ഉയർത്തി വെച്ചു. ദ വൗണ്ട് വാസ് റാപ്ഡ് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ടു സ്റ്റോപ്പ് ഇറ്റ് ഫ്രം ബ്ലീഡിങ്. രക്തം വാർന്നു പോകാതിരിക്കാൻ മുറിവ് വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് ചുറ്റിക്കെട്ടി. കുട്ടൻ വാസ് ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽ ബിക്കോസ് ദ വൗണ്ട് വാസ് ഡീപ്പ്. മുറിവിന് ആഴം കൂടുതലുള്ളതിനാൽ കുട്ടനെ പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ദ വൗണ്ട് വാസ് ക്ലീൻഡ്. മെഡിസിൻ വാസ് അപ്ലൈഡ് ആൻഡ് ബാൻഡേജ്ഡ്. മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടി.
യു ഹാവ് ഒബ്സർവ്ഡ് ദ പിക്ചേഴ്സ് ഹാവിൻ യു? നിങ്ങൾ ചിത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചുവല്ലോ. വാട്ട് ഡിഡ് ദ മദർ ഡു വെൻ കുട്ടൻ ഹാഡ് ആൻ ഇഞ്ചുറി? കുട്ടന് പരിക്ക് പറ്റിയപ്പോൾ അമ്മ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം എന്ത് ചെയ്തു? ആദ്യം മുറിവ് ഒഴുകുന്ന വെള്ളത്തിൽ നന്നായിട്ട് കഴുകി അല്ലേ? വാഷ് ദ വൗണ്ട്. മുറിവ് കഴുകി. പിന്നെ എന്താണ് ചെയ്തത്? മുറിവ് പറ്റിയ കാല് ഉയർത്തി വെച്ചു. പിന്നെ മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് ചുറ്റി കെട്ടി പെട്ടെന്ന് ആശുപത്രിയിലെത്തിച്ചു. വേണ്ട ചികിത്സ നൽകി അല്ലേ? അടുത്തത്, മദർ ഡിഡ് ഓൾ ദിസ് ബിഫോർ റീച്ചിങ് ദ ഹോസ്പിറ്റൽ ഡിഡിൻ ഷീ? ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പാണല്ലോ അമ്മ ഇതെല്ലാം ചെയ്തത്. വാട്ട് വേർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് എയ്ഡ് വെൻ ഹി വാസ് വൗണ്ടഡ്? മുറിവ് പറ്റിയപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകിയത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടായത്? വാസ് എബിൾ ടു ലിമിറ്റ് പാത്തോജൻസ് ഫ്രം റീച്ചിങ് ദ വൗണ്ട് അല്ലേ? രോഗാണുക്കൾ മുറിവിലെത്തുന്നത് തടയാൻ കഴിഞ്ഞു. വാസ് എബിൾ ടു സ്റ്റോപ്പ് ദ ബ്ലീഡിങ്, രക്തം വാർന്നു പോകുന്നത് തടയാൻ കഴിഞ്ഞു. പിന്നെയോ വലിയ അപകടമില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചു. ഇനി ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് കെയർ ഗിവൺ ടു എ പേഴ്സൺ ഇൻ എൻ എമർജൻസി സിറ്റുവേഷൻ ബിഫോർ റിസീവിങ് എക്സ്പേർട്ട് മെഡിക്കൽ കെയർ. അടിയന്തര സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ടയാൾക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നത് വരെ നൽകുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. പിന്നെ മദർ റീച്ച്ഡ് ഹോം വിത്ത് കുട്ടൻ. അമ്മ കുട്ടനെയും കൊണ്ട് തിരിച്ച് വീട്ടിലെത്തി. കുട്ടൻ, മദർ വേർ ഡിഡ് യു ലേൺ ഓൾ ദീസ് ഫ്രം? കുട്ടൻ ചോദിക്കുകയാണ്, ഇതൊക്കെ അമ്മ എവിടെ നിന്നാണ് പഠിച്ചത്? അപ്പോൾ മദർ പറയണം, ഐ വിൽ ഗിവ് യു എ ബുക്ക് യു ക്യാൻ റീഡ് ഇറ്റ്. ഞാനൊരു പുസ്തകം തരാം, നീയും അത് വായിച്ചു നോക്കൂ എന്നല്ലേ. കുട്ടൻ റീഡ് ദ ബുക്ക് ദാറ്റ് മദർ ഗേവ് ഹിം. ലുക്ക് അറ്റ് ദീസ് പേജസ് ഓഫ് ദ ബുക്ക്. അമ്മ നൽകിയ പുസ്തകം കുട്ടൻ വായിച്ചു. പുസ്തകത്തിലെ കുറച്ച് പേജുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത്, ഫസ്റ്റ് എയ്ഡ് ഫോർ ബ്രൈസസ്. പ്ലേസ് ക്ലോത്ത് സോക്ക്ഡ് ഇൻ കോൾഡ് വാട്ടർ ഓർ ഐസ് പാക്ക് ഓൺ ദ എഫക്റ്റഡ് ഏരിയ. ദിസ് വിൽ എലവിയേറ്റ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ. അതായത് ചതവ്, നമുക്ക് ചതവൊക്കെ പറ്റിയാൽ എന്താണ് പ്രഥമ ശുശ്രൂഷ നൽകേണ്ടതെന്ന്. വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ ചതവ് പറ്റിയ ഭാഗത്ത് വെക്കുക. അതുവഴി വേദനയും നീർക്കെട്ടും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ചിത്രത്തിൽ കാണിക്കുന്നത് കണ്ടില്ലേ? അടുത്തത്, however if there is a fracture it is necessary to consult a doctor. Before that the affected part should be tied with a wooden scale. It will help to keep the part stable. എന്നാൽ അസ്ഥിക്ക് പൊട്ടലൊക്കെ ഉണ്ടായാൽ, എല്ലുകളൊക്കെ പൊട്ടലുണ്ടായാൽ ഇങ്ങനെ നമ്മൾ ചെയ്തതുകൊണ്ടൊന്നും കാര്യമില്ല. തുണി വെച്ചതുകൊണ്ട് ഐസ് വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. ആശുപത്രിയിൽ പോകുക തന്നെ വേണം. പക്ഷേ അതിനു മുമ്പ് ഒടിഞ്ഞ ഭാഗം ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നീളത്തിൽ കെട്ടിവെക്കുക ണെങ്കിൽ ആ ഭാഗം ഇളകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. പിന്നെന്താ കുട്ടൻ പറയുന്നത്? ദിസ് ബുക്ക് സേസ് ദാറ്റ് എ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഷുഡ് കമ്പൾസറിലി ബി കെപ്റ്റ് ഇൻ വെഹിക്കിൾസ് ആൻഡ് സ്കൂൾസ് അല്ലേ? ഈ പുസ്തകത്തിൽ വാഹനങ്ങളിലും വിദ്യാലയങ്ങളിലും നിർബന്ധമായും ഒരു പ്രഥമ ശുശ്രൂഷ പെട്ടി സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. സി വാട്ട് ഓൾ തിങ്സ് ആർ ദർ ഇൻ ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഗിവൺ ബിലോ. റൈറ്റ് ഡൗൺ ദ യൂസ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ഐറ്റംസ്. പ്രഥമ ശുശ്രൂഷ പട്ടികയിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കൂ. ഓരോന്നിൻ്റെയും ഉപയോഗം കൂടെ നിങ്ങൾ എഴുതണം കേട്ടോ. ആദ്യം സിസേഴ്സ്, കത്രിക. മുറിവുകൾക്ക് യോജിച്ച ബാൻഡേജുകൾ മുറിക്കാനും ബാൻഡേജ് മാറ്റാൻ ഡ്രസ്സിങ്ങുകൾ നീക്കം ചെയ്യാനും ഉപയോഗിക്കാം. ഇനി ട്വീസറുകൾ, പിളർപ്പുകൾ, മുറിവുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രാണികളുടെ കുത്തുകൾ ഇവയൊക്കെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കാം. അടുത്തത് തെർമോമീറ്റർ ആണ്. പനിയുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ താപനില അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ആൻറ്റിസെപ്റ്റിക് വൈപ്പുകൾ, സ്ക്രാപ്പുകൾ, മുറിവുകൾ, ഉരച്ചിലുകൾ എന്നിവ പോലുള്ള മുറിവുകൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെയോ ഡിസ്പോസിബിൾ കയ്യുറകളാണ് അല്ലേ? അതെന്തിനാ ഉപയോഗിക്കുക? നൈട്രൽ റബ്ബറിൽ നിന്ന് അലർജി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ നിർമ്മിച്ചതാണ്. ഈ കയ്യുറകൾ മുറിവ് വൃത്തിയാക്കുമ്പോഴും ഡ്രസ് ചെയ്യുമ്പോഴും അണുബാധ നിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. ഇനി ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ, പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ എന്തൊക്കെയാണ് വേണ്ടത് സാധനങ്ങൾ? എന്തൊക്കെയുണ്ട്? സിസേഴ്സ് ഉണ്ട്, കത്രിക, കോട്ടൺ പഞ്ഞിയുണ്ട്, ക്ലോത്ത് തുണി, ബാൻഡേജ്, പിന്നെ സോപ്പ്, പിന്ന്, വുഡൻ സ്കെയില്, ചവണ, ട്യൂസേഴ്സ്. പിന്നെ എന്തൊക്കെ വേണം? ഡിസ്പോസിബിൾ കയ്യുറകൾ, തെർമോമീറ്റർ, പിന്നെ മക്കൾക്ക് അറിയുന്നതൊക്കെ കൂട്ടിച്ചേർക്കുക കേട്ടോ. അടുത്തത്, വാട്ട് ആർ ദ അതർ സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ് ഇൻ വിച്ച് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ? നമ്മുടെ നിത്യജീവിതത്തിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഏതൊക്കെ സാഹചര്യത്തിലാണ് വേണ്ടത്? ഫൈൻഡിങ്, തല ചുറ്റി വീഴുക, ബേൺസ്, പൊള്ളലേൽക്കുക,
പിന്നെ ചോക്കിങ്, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുക. പിന്നെ എന്തെഴുതാം? പാമ്പ് കടി ഏൽക്കുക. ഇനി ഇൻവൈറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു യുവർ സ്കൂൾ ടു നോ മോർ അബൌട്ട് ഫസ്റ്റ് എയ്ഡ്. നിങ്ങൾ പ്രഥമ ശുശ്രൂഷയെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകരെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ. റൈറ്റ് ഡൗൺ ദ ഇൻഫർമേഷൻ ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിലെ ലഭിച്ച വിവരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതുക കേട്ടോ. പിന്നെ ഇഫ് ദ കെയർ ദാറ്റ് ഈസ് ഗിവൺ ഡ്യൂറിങ് ദ ടൈം ഓഫ് എമർജൻസി സിറ്റുവേഷൻസ് ഇസ് നോട്ട് പ്രോപ്പർ ഇറ്റ് വിൽ കോസ് മോർ ഹാം ദാൻ ഗുഡ്. അപകട സമയങ്ങളിൽ ഉചിതമായ പരിചരണമല്ല രോഗിക്ക് ലഭിക്കുന്നതെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷഫലങ്ങളാണ് ഉണ്ടാവുക അല്ലേ. അപകട സമയത്ത് തന്നെ അവരെ ചികിത്സിക്കണം, എന്നാലേ ഉള്ളൂ അവർക്ക് പെട്ടെന്ന് റിക്കവറായിട്ട് വരാൻ പറ്റുള്ളൂ. അടുത്തത് പ്ലീസ് ഡോണ്ട് ഡു. അപ്പം ചെയ്യാൻ പാടില്ലാത്തത് ഡോണ്ട് റബ് യുവർ ഐസ് ഇഫ് ഡസ്റ്റ് ഫോൾസ് ഇൻ ടു ദം. പൊടി വീണാൽ കണ്ണ് തിരുമരുത്. എന്തുകൊണ്ടാണ്? ചിലപ്പം കുപ്പിച്ചില്ല് പോലുള്ള കൂർപ്പുള്ള എന്തെങ്കിലും പൊടിയാണ് വീണതെങ്കിൽ കണ്ണ് തിരുമ്പുന്ന സമയത്ത് കണ്ണ് മുറിയാൻ ചാൻസ് ഉണ്ട് അല്ലേ. കണ്ണ് മുറിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുക. അപ്പോൾ കണ്ണ് ഒരിക്കലും തിരുമ്മരുത്. നല്ല വെള്ളം കൊണ്ട് ഫോഴ്സിൽ കണ്ണിലേക്ക് പിന്നെ ആക്കി കൊടുക്കുക കേട്ടോ വേണ്ടത്. പിന്നെയോ ഡോണ്ട് ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ടു ദ ഇയർ. നിങ്ങളെ ചെവിക്കുള്ളിലേക്ക് ഓരോ വസ്തുക്കളൊന്നും കയറ്റരുത്. പിന്നെ ഇഫ് യു ഹിറ്റ് യുവർ ഹെഡ് ആൻഡ് ഗെറ്റ് എ സ്വെല്ലിംഗ് ഡോണ്ട് റബ് ഇറ്റ് ഫോഴ്സ്ഫുള്ളി. നിങ്ങളിപ്പോൾ തലയടിച്ചിട്ട് നിങ്ങളുടെ തല മുഴച്ചാൽ നിങ്ങൾ അമർത്തിയിട്ട് തിരുമ്മരുത്. പിന്നെ വിക്ടിംസ് ഓഫ് ആക്സിഡൻറ്റ്സ് മേ ഹാവ് ഫ്രാക്ചേഴ്സ് ഇൻ ദെയർ ബോൺസ് ഡു നോട്ട് ലിഫ്റ്റ് ദം അപ്പ് സഡൻലി. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു അപകടങ്ങളിൽ പെട്ടവർക്ക് അസ്ഥിയിലൊക്കെ പൊട്ടലുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു അപകടത്തിൽ പെട്ടവരെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് ഉയർത്തരുത്. പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണല്ലേ, ഡോണ്ട് യൂസ് ടൂത്ത് പേസ്റ്റ്, ഹണി എക്സെട്ര ഓൺ ബേൺസ്. തീ പൊള്ളിയാൽ നമ്മൾ എന്ത് ചെയ്യും? പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത് പേസ്റ്റോ തേനൊക്കെ ഉപയോഗിക്കൂലേ, അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. ഡോണ്ട് റബ് ഓർ അപ്ലൈ ഹീറ്റ് ഓൺ ബ്രേസസ്. വീണ് ചതവ് പറ്റിയാൽ ആ ഭാഗത്ത് ചൂടേൽപ്പിക്കുകയോ തിരുമ്മുകയോ ഒന്നും ചെയ്യരുത്. തേനീച്ചയുടെ കുത്തേറ്റാൽ എന്താ പറ്റുക നോക്കാം. ഇഫ് സ്റ്റങ് ബൈ ഇൻസെക്ട്സ് സച്ച് ആസ് ബീസ് കെയർഫുള്ളി റിമൂവ് ദ സ്റ്റിങ്. നമ്മൾ തേനീച്ചയുടെ കുത്തേറ്റാൽ ശ്രദ്ധാപൂർവം അതിൻ്റെ കൊമ്പിലെ മുള്ള് എടുത്തു മാറ്റണം. അപ്ലൈങ് ടു മച്ച് ഫോഴ്സ് ഓൺ ദ പാർട്ട് വേർ ഇറ്റ് സ്റ്റങ് ക്യാൻ കോസ് ദ പോയ്സൺ ടു ഗോ ഫർദർ ഇൻ ടു ദ ബോഡി. എന്താണ്? കുത്തുകൊണ്ട ഭാഗത്ത് അമിത ബലം ഏൽപ്പിച്ചാൽ വിഷം ഉള്ളിലേക്ക് ചെല്ലാനിടയാകും. ഇത് പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഗെറ്റ് ടു ദ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി ആസ് ദിസ് ക്യാൻ കോസ് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ്. കൂടുതൽ കുത്തുകളേറ്റ സാഹചര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കണം. അടുത്തത് ഫ്രണ്ട്സ് ഓഫ് നേച്ചർ. ഇവിടെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഏതെല്ലാം ജീവികളാണ് ചിത്രത്തിൽ കാണുന്നത്? വിച്ച് ക്രിയേച്ചേഴ്സ് ക്യാൻ യു സീ ഇൻ ദ പിക്ചേഴ്സ്? എട്ടുകാലിയുണ്ട്, പാമ്പുണ്ട്, തേനീച്ച ഉണ്ട് അല്ലേ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ്? എന്താണ് ഈ ജീവികളുടെ സവിശേഷത? ഇവയെല്ലാം എന്താണ്? പോയ്സൺ ഉള്ള ജീവികളാണല്ലേ. ദേ ആർ പോയ്സണൽ ക്രിയേച്ചേഴ്സ്. വിഷമുള്ള ജീവികളാണ്. ഡു ദേ ഓൾവേസ് കോസ് ഹാം ടു അസ്? എപ്പോഴും ഇവ നമുക്ക് അപകടകാരികളാവുന്നുണ്ടോ? അപൂർവം ചില സന്ദർഭങ്ങളിൽ ആളുകൾക്ക് ഇവയുടെ കടിയേൽക്കാറുണ്ട്. കടിയേറ്റ ഉടനെ വൈദ്യസഹായം തേടണം. കടിയേൽക്കാതിരിക്കാനോ വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും വേണം. ഈ ജീവികൾ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? ഡു ദീസ് ക്രിയേച്ചേഴ്സ് ഡു എനി ഗുഡ് ടു ദ എൻവയോൺമെൻറ്റ് ഇൻ എനി വേ? പല ജീവജാലങ്ങളും എണ്ണത്തിൽ പെരുകാതെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ ഇതുപോലുള്ള ജീവികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. ദീസ് ക്രിയേച്ചേഴ്സ് പ്ലേ എ മേജർ റോൾ ഇൻ കൺട്രോളിങ് അൺബാലൻസ്ഡ് ഇൻക്രീസ് ഓഫ് മെനി അതർ ഓർഗാനിസംസ്. അല്ലെങ്കിൽ ഒരുപാട് ജീവികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ നിൽക്കൂലേ. അപ്പോൾ പിന്നെ വെറുതെ ഉള്ള പല ജീവജാലങ്ങളുടെയും എണ്ണം പെരുകുന്നതിന് ഇവർ നിയന്ത്രിക്കാനൊരു വലിയ ഘടകം തന്നെ വഹിക്കുന്നുണ്ട്. പിന്നെയോ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിലും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്തത് ലെറ്റ്സ് ആസ്ക് ദ ഡോക്ടർ. ഡോക്ടറോട് ചോദിക്കാം. എന്താണ്? ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ ഡോക്ടർ ഫ്രം ദ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഓൺ ചിൽഡ്രൻ സേഫ്റ്റി. കുട്ടികളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നൽകിയ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ.
ഒന്നാമത്തത് എന്താണ്? ഡോൺ ആക്സെപ്റ്റ് ഗിഫ്റ്റ്സ് ഓർ സ്വീറ്റ്സ് ഫ്രം സ്ട്രേഞ്ചേഴ്സ് അല്ലെ, അപരിചിതരായ നമ്മൾ അറിയാത്ത ആളുകളിൽ നിന്ന് സമ്മാനവും മിഠായിയോ ഒന്നും സ്വീകരിക്കരുത്. പിന്നെയോ ഡോൺ അലോ എനിവൺ ടു ടച്ച് യു ഇൻ എ വേ ദാറ്റ് യു ഡോൺ ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങളെ തൊടാനും നിങ്ങളെ സ്പർശിക്കാനും നിങ്ങൾ ആരെയും അനുവദിക്കരുത്. പിന്നെ യു ഷുഡ് സ്ട്രോങ്ലി സേ നോ ഓർ ഡോണ്ട് ഇൻ സിറ്റുവേഷൻസ് വേർ ഇറ്റ് ഈസ് നെസസറി. അരുത്, പറ്റില്ല എന്ന് പറയേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങൾ കർശനമായിട്ട് തന്നെ അങ്ങനെ പറയണം, നിങ്ങൾ മിണ്ടാതിരിക്കരുത്. പിന്നെയോ യു ഷുഡ് മേക്ക് യുവർ ഒബ്ജെക്ഷൻ ക്ലിയർ ഇഫ് സം വൺ ടച്ചസ് യുവർ ബോഡി പാർട്സ് ഇൻ എ വേ ദാറ്റ് ഈസ് അൺകംഫർട്ടബിൾ ടു യു. യു ഷുഡ് ഓൾസോ ടോക്ക് ഫ്രാങ്ക്ലി അബൌട്ട് ദിസ് ടു യുവർ പാരൻസ് ഓർ ടീച്ചേഴ്സ്. ശരീരഭാഗങ്ങളിൽ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ ആരെങ്കിലും സ്പർശിച്ചാൽ തീർച്ചയായിട്ടും എതിർപ്പറിയിക്കണം അവരോട്. എന്നിട്ട് രക്ഷിതാക്കളോടോ അധ്യാപകരോടോ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും വേണം. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം അല്ലേ. ഒന്നാമത്തേത് എന്താണ്? ഒബ്സർവ് ദ പിക്ചർ. ഈ ചിത്രം നോക്കിക്കേ. വിച്ച് ട്രാഫിക് റൂൾസ് ആർ ബീങ് വയലേറ്റഡ് ഹിയർ? വാട്ട് പ്രോബ്ലംസ് വിൽ ദിസ് കോസ്? ഇവിടെ ഏതെല്ലാം ഗതാഗത നിയമങ്ങളാണ് ലംഘിക്കപ്പെടുന്നത്? ഇതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ഇവിടെ ഒരുപാട് നിയമങ്ങൾ തെറ്റിക്കുന്നുണ്ട്. സിഗ്നൽ ലൈറ്റ് ചുവപ്പാണ് കത്തിയിരിക്കുന്നത്, അത് വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സിഗ്നലാണ്. കാൽനട യാത്രക്കാർക്ക് സീബ്ര ലൈൻ വഴി റോഡ് മുറിച്ച് കടക്കുന്നതിനുള്ള സിഗ്നൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ ബൈക്ക് അമിത വേഗതയിലാണ് വരുന്നത്. ഓടിക്കുന്നയാൾ ഹെൽമറ്റ് ധരിച്ചിട്ടില്ല. 2 പേർ ഇരിക്കേണ്ട വാഹനത്തിൽ 3 പേരുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇവയൊക്കെ കൊണ്ട് തന്നെ വലിയൊരു അപകടത്തിന് സാധ്യത കാണുന്നു. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ സിഗ്നൽസ് തന്നിട്ടുണ്ട്, അതെന്താണെന്ന് ഇപ്പോൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ മാച്ച് ചെയ്യണം. ഒന്നാമത്തെ സിഗ്നൽ ഏതാണ്? വേഗപരിധിക്കുള്ളതാണ് അല്ലേ, സ്പീഡ് ലിമിറ്റ്. പിന്നെ രണ്ടാമത്തത് ഏതാണ്? സമീപത്ത് പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്, പെട്രോൾ സ്റ്റേഷൻ നിയർ ബൈ. പിന്നെയോ അടുത്തത് മൂന്നാമത്തത് എന്താണ്? കാൽനടക്ക് യാത്രക്കാർക്ക് നിരോധന, പെഡസ്ട്രിയൻസ് റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ നാലാമത്തത് വലത്തോട്ട് തിരിയാനാണ്, ടേൺ റൈറ്റ്. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഒബ്ജക്ട്സ് ഇൻ ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, പ്രഥമ ശുശ്രൂഷ പെട്ടിയിലെ ഇനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യൂസസ് ഇപ്പുറത്തെ കള്ളിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉപയോഗങ്ങൾ. അപ്പോൾ ഒന്നാമത്തത് യൂസ് ടു റാപ്പ് അറൗണ്ട് വൗണ്ട്സ് ഓർ ബ്രൈസസ്, മുറിവോ ചതവോ കെട്ടാൻ ഉപയോഗിക്കുന്നു. എന്താണ്? ബാൻഡേജ് ആണ് അല്ലേ. പിന്നെ യൂസ് ടു കട്ട് ക്ലോത്ത് ഓർ ബാൻഡേജ്, തുണി ബാൻഡേജ് ഒക്കെ മുറിക്കുന്നതിന് എന്താ ഉപയോഗിക്കുന്നത്? കത്രികയാണ്, സിസേഴ്സ്. പിന്നെ ബാൻഡേജ് ചേർത്ത് വെക്കുന്നതിന് യൂസ് ടു ബൈൻഡ് ബാൻഡേജ് ടുഗദർ, അതൊരു പിന്നാണ്. പിന്നെ അവിടെ തന്നിട്ടുണ്ട് അല്ലേ, യൂസ് ടു ക്ലീൻ ആൻഡ് വൈപ്പ് വൗണ്ട്സ്, മുറിവുകൾ വൃത്തിയാക്കുന്നതിനും തുടയ്ക്കുന്നതിനും എന്താ ഉപയോഗിക്കുക? പഞ്ഞിയാണ്. പിന്നെ ട്യൂസേഴ്സ്, ചവണകൾ, പിളർപ്പുകൾ, മുറിവിൽ നിന്നുള്ള അവശിഷ്ടങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗവും പ്രവർത്തനങ്ങളും ഇവിടെ കൊണ്ട് കഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.